ഹായ് ഓൾ, ഫേസ്ബുക്കിൽ വന്നിരിക്കുന്ന പുതിയൊരു അപ്ഡേഷനെ കുറിച്ചിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത്. അത് എല്ലാവർക്കും ഉപകരിക്കുന്ന നല്ലൊരു അപ്ഡേഷൻ തന്നെയാണ്. അപ്പോൾ നമുക്ക് ലേറ്റ് ആക്കണ്ട, കാണാം. നമുക്ക് നിലവിൽ ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇപ്പോൾ നിലവിൽ കുറച്ച് നാളായിട്ട് ഇവിടെ ക്രിയേറ്റർ അസിസ്റ്റന്റ് എന്ന് കാണുന്നു. പല ആൾക്കാർക്കും അറിയില്ല എന്താണ് ഈ ക്രിയേറ്റർ അസിസ്റ്റന്റ്. ഈ ക്രിയേറ്റർ അസിസ്റ്റന്റ് മീൻസ് ഫേസ്ബുക്ക് അവരുടെ ക്രിയേറ്റർമാരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് AI-ന്റെ അണ്ടറിൽ അവർ തന്നെ തന്നിരിക്കുന്ന ഓരോ കണ്ടന്റ് ക്രിയേറ്റർക്കും തന്നിരിക്കുന്ന ഒരു ഓപ്ഷനാണ്. നമ്മളുടെ അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾക്ക് അവിടെ തന്നെ കാണാൻ സാധിക്കും. അനലൈസ് ചെയ്തിട്ട് നമ്മളവിടെ വേറെ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ChatGPT-യോ അല്ലെങ്കിൽ വേറെ ആരോടെങ്കിലും നമ്മൾക്ക് ചോദിക്കേണ്ട ആവശ്യം വരുന്നില്ല. നമ്മളുടെ അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമുക്ക് ഇവിടെ തന്നെ കാണാൻ സാധിക്കും. ഇവിടെ നമുക്ക് നോക്കിയാൽ ഇവിടെ കാണാൻ സാധിക്കും യുവർ ഫണ്ണി കാർ ഫോട്ടോ ഈസ് റെസ്പോണ്ടിങ്. അതായത് ഇത് എൻ്റെ പ്രൊഫൈൽ തന്നെയാണ്. ഞാൻ അടുത്ത കാലത്തായിട്ട് ഒരു ഫോട്ടോ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ അത്യാവശ്യം റീച്ച് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്യുന്നത്. നിങ്ങളുടെ അക്കൗണ്ടിലും അതേപോലെ തന്നെ നിങ്ങളുടെ അടുത്ത കാലത്ത് ഏതെങ്കിലും രീതിയിലുള്ള നല്ല രീതിയിൽ കണ്ടന്റ് റീച്ച് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും കണ്ടന്റ് ഇഷ്യൂ വന്നിട്ടുണ്ടെങ്കിൽ അതിവിടെ കാണിക്കും. അല്ലെങ്കിൽ ഏതെങ്കിലും ഫേസ്ബുക്ക് നിങ്ങളുടെ ഗ്രോത്തുമായിട്ട് സംബന്ധിക്കുക, ഫേസ്ബുക്ക് നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട ഏതെങ്കിലും ഇമ്പോർട്ടന്റ് മാറ്റർ ഉണ്ടെങ്കിൽ അതിവിടെ എഴുതിയിട്ട് കാണിക്കും. അതാണ് ഈ ക്രിയേറ്റർ അസിസ്റ്റന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കൂടാതെ നമ്മൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻസും നമ്മൾക്ക് ചോദിക്കാൻ സാധിക്കും. കാരണം ഇവിടെ നമുക്കിവിടെ കാണാൻ സാധിക്കും. നമുക്കിവിടെ ടൈപ്പ് ചെയ്തിട്ട് നമുക്ക് എന്താണ് ഫേസ്ബുക്കിൽ അറിയേണ്ടത് അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. ഇപ്പം തുടക്കത്തിൽ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നല്ലോ, നമ്മുടെ ഒരു ഫോട്ടോക്ക് നല്ല രീതിയിൽ റീച്ച് കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ഡീറ്റെയിൽ ആണ് ഇപ്പം നിലവിൽ ഞാൻ അത് ക്ലിക്ക് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇനിയിപ്പോൾ നമുക്ക് അതല്ല വേറെ ഏതെങ്കിലും നമുക്ക് ക്വസ്റ്റ്യൻസ് ഇതിൽ ചോദിക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നമുക്ക് ചോദിക്കാൻ സാധിക്കുന്നതായിരിക്കും. ആസ്ക് ക്രിയേറ്റർ അസിസ്റ്റന്റ് ഇവിടെ കാണാൻ സാധിക്കും. അപ്പോൾ നമ്മളിവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ചോദിക്കുന്നു ഹൗ ടു ഏൺ മണി ഫ്രം ഫേസ്ബുക്ക്. ഫേസ്ബുക്കിൽ നിന്ന് നമുക്ക് എങ്ങനെ ഏണിങ്സ് ഉണ്ടാക്കാം. അപ്പോൾ നമ്മൾ അത് ഇപ്പോൾ അവിടെ നമ്മൾ സെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഉത്തരം നമുക്കിപ്പോൾ ലഭിക്കുന്നതായിരിക്കും. നമ്മൾ കൂടുതലും നമ്മളുടെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും ഇവർ ഷെയർ ചെയ്യുന്നത്. നമ്മളുടെ നിലവിലുള്ള അക്കൗണ്ടിന്റെ കണ്ടീഷൻ എന്താണ്, നമ്മൾ എങ്ങനെ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് ഏണിങ്സ് കൂടുതൽ ഉണ്ടാക്കാൻ സാധിക്കുക, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പോൾ ഇവിടെ ഷെയർ ചെയ്തിട്ടുള്ളത്. ഫേസ്ബുക്ക് കണ്ടന്റ് മോണിറ്റൈസേഷൻ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിൽ നമുക്ക് എല്ലാത്തിലും നമുക്ക് ഏണിങ്സ് ഉണ്ടാക്കാൻ സാധിക്കും എന്നാണ് അവർ ഇതിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ സ്റ്റാർസിൽ നിന്ന് ഏണിങ്സ് ഉണ്ടാക്കാം, സബ്സ്ക്രിപ്ഷന്, ആഡ്സ് ഓൺ റീൽസ് ഒക്കെ നിലവിൽ കണ്ടന്റ് മോണിറ്റൈസേഷൻ ടൂളിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എന്ത് ചോദ്യമാണെങ്കിലും നമുക്ക് ഇവിടെ ചോദിക്കാം. അതുമല്ലാതെ ഇവിടെ ഓപ്ഷണലായിട്ട് കുറച്ച് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഐ ആം എലിജിബിൾ ഫോർ എനി പ്രോഗ്രാം, ഹൗ ഡു ഐ സെറ്റപ്പ് സ്റ്റാർസ്, അതുപോലെ തന്നെ വാട്ട് ദ ബ്രേക്ക് ത്രൂ ബോണസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് നിലവിൽ അവിടെ കൊടുത്തിരിക്കുന്നത്. ഇത് AI-ന്റെ അണ്ടറിൽ വന്നിരിക്കുന്ന ഒരു അസിസ്റ്റന്റ്, ഒരു ഓപ്ഷണലാണ്. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതും നമുക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന ഡീറ്റെയിൽസ് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ കാണാം നമുക്ക് ഹൗ ടു റീച്ച് നോൺ ഫോളോവേഴ്സിലേക്ക് നമ്മുടെ കണ്ടന്റ് എങ്ങനെ കൂടുതൽ റീച്ച് ലഭിക്കും. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട മാറ്റർ നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും. നോക്കിക്കോ, 1-2 സെക്കൻഡിന്റെ ഉള്ളിൽ തന്നെ നമുക്ക് അതിന്റെ റിപ്ലൈ വരുന്നുണ്ട്. കണ്ട, you are doing a great job reaching new people in the last 20 days. നിലവിൽ എൻ്റെ അക്കൗണ്ടിലെ ഡീറ്റെയിൽസ് ആണ് ഇവർ ഷെയർ ചെയ്യുന്നത്. എനിക്ക് എങ്ങനെ നമ്മൾക്ക് കൂടുതൽ റീച്ച് കിട്ടാൻ സാധിക്കും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഇപ്പൊ നിലവിൽ ഫേസ്ബുക്ക് ഇതിൽ AI നമ്മളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. ഇതിൽ കൊടുത്തിരിക്കുന്നത് കണ്ടു നോക്കിയോ, ഫോക്കസ് ഓൺ ഫോട്ടോസിൽ നമുക്ക് കൂടുതൽ ശ്രദ്ധ കൊടുക്കുക. ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന ആ കാറിൻ്റെ ഒരു ഫോട്ടോ ഒരു എക്സാമ്പിൾ ആയിട്ട് ഈ ഫേസ്ബുക്ക് AI തന്നെ നമ്മളോട് ഷെയർ ആക്കുന്നത്. റിലേറ്റബിൾ ഇമേജ് ക്യാൻ സ്പാർക്ക് മാസീവ് എൻഗേജ്മെന്റ്. അപ്പോൾ അങ്ങനെയുള്ള ഫോട്ടോ നമ്മൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫേസ്ബുക്കിൽ കാണിക്കുന്നത്. പിന്നെ കീപ് റീൽസ് ഷോർട്ട് ആയിട്ടുള്ള റീൽസ് ഷെയർ ചെയ്യാൻ വേണ്ടി പറയുന്നത്. ഒപ്റ്റിമൈസ് ഹാഷ്ടാഗ്, നമ്മൾ ഹാഷ്ടാഗിനെ നമ്മൾ ശരിക്കും നമ്മൾ ഏത് കണ്ടന്റാണ് അപ്ലോഡ് ചെയ്യുന്നത് അതുമായിട്ട് ബന്ധപ്പെട്ട ഹാഷ്ടാഗ് ഒപ്റ്റിമൈസ് ചെയ്തിട്ട് നമ്മൾ ഇതിൽ കൊടുക്കാനാകാം ഇതിൽ കാണിക്കുന്നത്. കൂടാതെ എൻകറേജ് ഷെയർസ്, നമ്മളുടെ കണ്ടന്റ് മറ്റുള്ളവർ കൂടുതൽ ഷെയർ ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മളുടെ റീച്ച് കൂടുന്നത്, പുതിയ നോൺ ഫോളോവേഴ്സിലേക്ക് നമ്മുടെ അക്കൗണ്ട് ആയിട്ട് ബന്ധപ്പെട്ട കണ്ടന്റ് എത്തുന്നത്. അപ്പോൾ ഇത് എല്ലാവർക്കും ഉപകരിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഈ ക്രിയേറ്റർ അസിസ്റ്റന്റ് എല്ലാവരുടെയും അക്കൗണ്ടിൽ ഇത് കാണാൻ സാധിക്കും.
ഇത് പ്രൊഫൈലാണ്. പേജിലും ഇതേപോലെ തന്നെ നിങ്ങൾക്ക് ഡാഷ്ബോർഡിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മുകൾ ഭാഗത്തിന് ഇവിടെ കാണാൻ സാധിക്കും. ഇത് പല ആൾക്കാരും ഇത് എന്തൊക്കെയോ പ്രശ്നമായിട്ടുണ്ട് എന്നുള്ള ധാരണയിൽ എന്നോട് ബന്ധപ്പെടുന്നുണ്ട്. അപ്പം അത് പ്രശ്നമൊന്നുമല്ല. ഇത് ഫേസ്ബുക്കിൻ്റെ അണ്ടറിലുള്ള AI ക്രിയേറ്റർ അസിസ്റ്റന്റ് ആണ്. നിങ്ങളുടെ അക്കൗണ്ടായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ അറിയാനും നിങ്ങൾക്ക് എന്ത് ചോദിക്കാനും പെട്ടെന്ന് തന്നെ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ ഏകദേശം കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. യൂട്യൂബിലാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഫേസ്ബുക്കിലാണെങ്കിൽ ഫോളോ ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെയും ഗുഡ് ബൈ, ജയ് ഹിന്ദ്.